എന്തായാലും നേരത്തെ വ്യാപകമായൊരു പരാതി ഉയർന്നു വന്നിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് എന്നാണ്. ഒപ്പം പ്രിൻസ്, നേരത്തെ നമുക്കറിയാമല്ലോ ഈ ഭരണസമിതിയുമായി ബന്ധപ്പെട്ടും ചില അഭിപ്രായ ഭിന്നതകളും തർക്കങ്ങളും ഒക്കെ രാഷ്ട്രീയ നേതാക്കൾ പുലർത്തിയിരുന്നു. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് 3 വർഷമേ ആയിട്ടുള്ളൂ ഈ ബാങ്കിന്റെ ഭരണ ചുമതലയിലേക്ക് വന്നിട്ട് എന്നാണ്. അതേസമയം റോയ് കെ പൗലോസിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് തങ്ങളുടെ ഭരണകാലഘട്ടത്തിലൊന്നും ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായിട്ടില്ല എന്നാണ്. ഈ തരത്തിൽ വാദപ്രതിവാദങ്ങളുമായി പോകുമ്പോഴും നിക്ഷേപകർ വലിയ പ്രയാസം നേരിടുന്നു എന്നാണോ? അഭിലാഷ്, തീർച്ചയായും ഈ പല സഹകരണ പ്രസ്ഥാനങ്ങളും ഇത്തരത്തിൽ പ്രതിസന്ധിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ ഇവർ CPM-ഉം കോൺഗ്രസും പരസ്പരം വാഗ്വാദങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിലും മുൻപ് CPM ജില്ലാ സെക്രട്ടറിയും റോയ് കെ പൗലോസ് അടക്കമുള്ളവർ പരസ്പരം വെല്ലുവിളിക്കുന്നുണ്ടെങ്കിലും അവരുടെ വെല്ലുവിളിയോട് ഉന്നയിക്കുന്ന ഒരു ഇതുണ്ട്. എന്തായാലും ഈ വിഷയങ്ങളിൽ പല സഹകരണ പ്രസ്ഥാനങ്ങളും വലിയ പ്രതിസന്ധിയിലാണ്. കോൺഗ്രസ് ഭരിക്കുന്നതാണെങ്കിലും CPM ഭരിക്കുന്നതാണെങ്കിലും വലിയ പ്രതിസന്ധിയിലാണെന്നുള്ള സൂചന കൂടിയാണ് അവർ വ്യക്തമാക്കുകയാണ്. നിങ്ങളുടെ പ്രതിസന്ധികൾ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാം, നിങ്ങളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാം എന്ന് പറയുന്നതോടെ ഈ പ്രസ്ഥാനങ്ങളൊക്കെ വലിയ പ്രതിസന്ധി നേരിടുന്നു, അല്ലെങ്കിൽ നിക്ഷേപം തിരികെ കൊടുക്കാൻ സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞിടയ്ക്ക് തന്നെ നെടുങ്കണ്ടം കേന്ദ്രമായി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന വില്ലേജ് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് വലിയ ആരോപണങ്ങൾ ഉയരുകയും മുൻ സെക്രട്ടറി അടക്കം മുൻ മാനേജറടക്കം ബാങ്ക് മാനേജറടക്കം വലിയ തോതിൽ തുക കൊണ്ടുപോയ തിരിമറി നടത്തിയ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇതിലൊക്കെ കേസ് അന്വേഷണം നടത്തുകയാണ്. അവിടുത്തെ സെക്രട്ടറിയും ഒക്കെ അടക്കമുള്ളവർ ചേർന്നുകൊണ്ട് വലിയ കോടിക്കണക്കിന് രൂപ നിക്ഷേപ തട്ടിപ്പ് നടത്തിയ ഒരു സംഭവം കൂടിയുണ്ട്. അതുപോലെ സമാനമായ സാഹചര്യങ്ങൾ പലതവണ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന വലിയ ചെറുകിട നിക്ഷേപകരാണ് ഇടുക്കി ജില്ലയിലുള്ള ഇതിൽ ഭൂരിഭാഗവും. കർഷക തൊഴിലാളികളാണ്. ഒപ്പം തോട്ടം തൊഴിലാളികൾ അടക്കമുള്ളവരുണ്ട്. ഒപ്പം വിദേശത്ത് പോയി ചെറുകിട ജോലികളൊക്കെ ചെയ്തു വന്നവർ ഇവരെ പലതരത്തിൽ പ്രലോഭിപ്പിച്ച് മറ്റു ബാങ്കുകളിൽ നിന്ന് നിക്ഷേപം ഈ സഹകരണ പ്രസ്ഥാനങ്ങളിലേക്ക് മാറ്റിയവരുണ്ട്. അങ്ങനെ വലിയ തോതിൽ ആളുകൾ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. ഇവരെല്ലാമാണ് ഇപ്പോൾ വഞ്ചിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അഭിലാഷ്, യെസ്, എന്തായാലും ഇപ്പോൾ നേരത്തെ വലിയ പ്രതിഷേധങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ ആത്മഹത്യക്ക് ശേഷം അവിടെ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. BJP പ്രവർത്തകരടക്കം പ്രതിഷേധവുമായി ബാങ്കിലേക്ക് എത്തി അതിന്റെ ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ കാണുന്നത്. ഈ റൂറൽ ബാങ്ക് ഒരു 5-6 വർഷമായിട്ട് സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇതിവിടുത്തെ ജീവനക്കാര് മൂടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നേരത്തെ എഴുമയിലുള്ള ഒരാളായിരുന്നു അതിന്റെ പ്രസിഡന്റ്. ആ പ്രസിഡന്റിൽ നിന്ന് അവിടെ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും ആയിരുന്നില്ല. കോൺഗ്രസ് ആണെന്ന് ചോദിച്ചു, കോൺഗ്രസ് ആണ്. അങ്ങനെ എന്നാൽ കോൺഗ്രസ് അല്ലേന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരാളായിരുന്നു ഇതിന്റെ പ്രസിഡന്റ്, എഴുമലുകാരനാണ്. അതിനുശേഷം ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷം ഈ സഹകരണ ബാങ്കിലെ CPM വിഴുങ്ങി. ഇനി CPM-ന്റെ കട്ടപ്പന ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇതിന്റെ ഭരണം നടക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി, കോടിക്കണക്കിന് രൂപ കട്ടപ്പനയിലെ വ്യാപാരികൾക്കും നിക്ഷേപകർക്കും കൊടുക്കാനുണ്ട്. ഓരോ തവണ ചെല്ലുമ്പോൾ അവധി പറയാണ്.
ചില ഘട്ടത്തിൽ അവധി കഴിഞ്ഞ് ചെല്ലുമ്പോൾ അവർ ഭീഷണിപ്പെടുത്തും. ഈ രൂപത്തിൽ പലതരത്തിൽ സമ്മർദ്ദം ചെലുത്തി മൂടിവെക്കാനുള്ള ശ്രമിച്ചു. ഇതേ തുടർന്ന് ഭാരതീയ ജനതാ പാർട്ടി വിവരാവകാശ നിയമപ്രകാരം ഒരു കത്ത് JR കൊടുത്തു. ഈ ബാങ്കിന്റെ സ്ഥിതി എന്താണ് എന്ന് ചോദിച്ച്. അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് മാത്രമല്ല, പുതിയ ആളുകളെ നിയമിക്കുന്ന സമയത്ത് ഞങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ 2 ആളുകളെ പുതിയതായിട്ട് ഇവിടെ ഈ പ്രതിസന്ധിക്കിടയിലും നിയമിച്ചിട്ടുണ്ട്. അതിൽ ഒരാൾ, രണ്ടും CPM-ന്റെ നേതാക്കന്മാരുടെ മക്കളാണ്. CPM ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുമായ സഖാവ് KR സോദരന്റെ മകനെയാണ് ഇവിടെ നിയമിച്ചിട്ടുള്ള ഒരാൾ. മറ്റൊന്നൊരു CPM കുടുംബത്തിലെ മറ്റൊരാളെയാണ്. ഇങ്ങനെ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ധാരാളം ആളുകളെ നിയമിച്ച് ഇവിടുത്തെ നിക്ഷേപകരുടെ പണം കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുമാത്രമല്ല, അടുത്ത ദിവസം വേറെയും നടക്കും ആത്മഹത്യ. കട്ടപ്പന ഇടുക്കി കവലയിൽ പ്രവർത്തിക്കുന്ന, നിങ്ങൾക്കറിയാം, KP ഹസൻ എന്ന് പറഞ്ഞ വ്യാപാരി വ്യവസായിയുടെ നേതാവായിരുന്നു. മുമ്പ് കോൺഗ്രസ് അനുഭാവിയായിരുന്നു. അയാളും ഇടക്കാലത്ത് CPM-ലേക്ക് മാറി. അയാൾ നേതൃത്വം കൊടുത്ത കോൺഗ്രസ്സുകാർ രൂപീകരിച്ച ഒരു സംഘമാണ്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഇടുക്കി കവലയിലെ ടാക്സി സംഘം. നിങ്ങൾ ആ ടാക്സി സംഘത്തിലേക്ക് മാധ്യമ പ്രവർത്തി ചെല്ലണം. കോടിക്കണക്കിന് രൂപയാണ് അവർക്ക് കൊടുക്കാനുള്ളത്. അവിടെ ഇതുപോലെ നിയമനം നടത്തി പാർട്ടി നേതാക്കന്മാരുടെ CI2 ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാരുടെ മക്കളെയാണ് അവിടെ നിയമിച്ചുള്ളത്. കോടിക്കണക്കിന് രൂപയാണ് പാവപ്പെട്ട നിക്ഷേപകർക്ക് കൊടുക്കാനുള്ളത്. ഈ നിലയിൽ സഹകരണ മേഖലയെ കൊള്ളയടിക്കുന്ന ഈ പരിപാടി ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് കൊലപാതക സംബന്ധിച്ച് ഈ അന്വേഷണം, ഈ ആത്മഹത്യ, അത് വെറും ഒരു ആത്മഹത്യയല്ല. ഇവിടുത്തെ ജീവനക്കാരും അതുപോലെ ബാങ്ക് പ്രസിഡന്റും ഉത്തരവാദിത്വം ഒഴിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് മുഴുവൻ ആളുകളെയും അറസ്റ്റ് ചെയ്യുന്നവരെ കോൺഗ്രസ്സുകാർ ഇവിടെ ഉണ്ട്, അവരവിടെ അഭിപ്രായം പറയും. ഇവിടുത്തെ ജനകീയ നിലയിലാണ്. ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയമില്ലാതെ കട്ടപ്പന ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നവരെ ഞങ്ങൾ ഇവിടുന്ന് പോകത്തില്ല. അതുകൊണ്ട്